ഹായ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ആർ കെ എം റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്. ആർ കെ എം റെസിപ്പീസ് ആൻഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഉള്ളിക്കറി ഉണ്ടാക്കിയെടുക്കാം. ഒരു വ്യത്യസ്തമായ രീതിയിൽ പെട്ടെന്ന് നമുക്ക് ഒരു സൈഡായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഉള്ളിക്കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഉള്ളി, തക്കാളി, മല്ലിയില, കറിച്ചപ്പ്, ചെറിയ ഉള്ളി, പച്ചമുളക് എല്ലാം ഒന്ന് അരിഞ്ഞു വെക്കണം. ആദ്യം നമുക്ക് എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് ഒന്ന് വാട്ടി കൊടുക്കാം. വെളുത്തുള്ളി അല്പം ഫ്രൈ ആകണം, നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക. ഇനി അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളക് ഇതിലേക്ക് ഇട്ടൊന്ന് വാട്ടി കൊടുക്കുക. അല്പം ഉപ്പ് ചേർക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് അടപ്പൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ പെട്ടെന്ന് ഉള്ളി വെന്ത് കിട്ടും. ഏകദേശം ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെന്ത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഉള്ളിക്കറിക്ക് ചേർക്കാതെയും ചെയ്യുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് എരിവ് വേണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ജീരകം പൊടി ചേർത്ത് കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുക്കണം. മസാലൻ്റെ മണലിലൊന്ന് പോകണം. വാട്ടി കഴിഞ്ഞാൽ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പിൽ വേണമെങ്കിൽ അല്പം കൂടുതൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇത് ചോറിന് സൈഡ് ഡിഷായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇനി ചെറുനാരങ്ങ അല്പം ഇട്ട് കൊടുക്കാം. നമുക്ക് പുളി എടുത്താൽ ചെറുനാരങ്ങ വേണമെന്നില്ല. ഇനി കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറുടെ കൂടെയും എടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ. ഏകദേശം ഉള്ളിക്കറിയുടെ റെഡിയാണ്. ഇനി മല്ലിയില ഒന്ന് ചേർത്ത സംഭവം സെറ്റായി.